അലർജി ഉള്ള ആൾക്കാർക്ക് പലപ്പോഴും അവർക്ക് വായ ഭയങ്കര സ്മെല്ലുള്ളതായിട്ട് തോന്നും. അല്ലെങ്കിൽ ഫ്രണ്ട്സിനാണെങ്കിലോ ഫാമിലിയിലോ ഒക്കെ നമുക്ക് ഇത് തോന്നും, അടുത്തുള്ള ആൾക്ക് അലർജി ഈ വായനാറ്റം ഉള്ളതായിട്ട്. പക്ഷെ അത് പലപ്പോഴും അവരോട് പറയാൻ മടിയുണ്ടാവും, അല്ലെങ്കിൽ ഉള്ള ആൾക്കാർക്ക് തന്നെ അത് തുറന്നു പറയാൻ മടിയുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. ഈ അലർജി ഉള്ള ആൾക്കാർക്ക് ഈ മൂക്കുന്ന് തൊണ്ടയിലേക്ക് ഇങ്ങനെ കഫം ഇറങ്ങിക്കൊണ്ടിരിക്കും. പോസ്റ്റ് നേസൽ ഡ്രിപ്പ് എന്നാണ് അതിന് പറയുക. അപ്പോൾ ഈ കഫം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കഫത്തിൻ്റെ ഒരു പഴകിയൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ കഫം വന്നു കഴിഞ്ഞാലും ഈ തൊണ്ടയിൽ നിന്നാണെങ്കിലും ഇങ്ങനെ കെട്ടിക്കിടന്ന് ആ ഒരു സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ അതാണ് കാര്യമായിട്ട് അങ്ങനെ ഒരു സ്മെല്ല് ഉണ്ടാക്കുന്നത്. അത് പല്ലിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടൊന്നും, അല്ലെങ്കിൽ മോണേൻ്റെ പഴുപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളാവില്ല സാധാരണ. പിന്നുള്ളൊരു കാര്യം, അലർജി ഉള്ള ആൾക്കാർ രാത്രി ഉറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒന്ന് ചെറിയൊരു ഉച്ചമയക്കത്തിൻ്റെ സമയത്താണെങ്കിലും വായ തുറന്നാണ് ഇവർ ഉറങ്ങുന്നത്, കുട്ടികളിലൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ എന്താ വെച്ചാൽ ശ്വാസം ഇങ്ങനെ വായക്കൂട്ട് എടുക്കുമ്പോൾ വായ ഡ്രൈ ആവും. വായ ഡ്രൈ ആയാൽ തന്നെ ഈ സ്മെല്ല് കൂടുതലാവും. അതായത് ഉമിനീര് പ്രൊഡക്ഷനൊക്കെ കുറയുകയാണ് ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ഈ സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് അത് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മൗത്ത് ഇത് വാഷും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്, അത് ചെയ്യുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. ബോഡി നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയാൽ തന്നെ കഫത്തിൻ്റെ എന്താ പറയുക പ്രൊഡക്ഷനിൽ എന്താണെന്ന് വെച്ചാൽ കട്ടി കുറയും. ഇത് പെട്ടെന്ന് പുറത്തേക്ക് പോകാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തന്നെ ഈ തൊണ്ടയിലേക്ക് ഇറങ്ങുന്നതും കമ്പാരിറ്റീവ്ലി കുറയും. അപ്പോൾ മൗത്ത് വാഷും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ബ്രഷ് ചെയ്യുക. കൂട്ടത്തിൽ അലർജീൻ്റെ ട്രീറ്റ്മെൻറ്റും കൃത്യമായിട്ട് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കുറഞ്ഞ് കിട്ടുള്ളൂ.